നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിൻ, അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ്റെ കോംപ്ലിക്കേഷനായ വെരിക്കോസ് അൾസർ എന്ന അവസ്ഥകളെക്കുറിച്ചാണ്. വെരിക്കോസ് വെയിൻ എന്നത് കാലിലെ രക്തക്കുഴലുകൾ വീർത്തു വളഞ്ഞ് പുറത്ത് തെളിഞ്ഞു കാണുന്ന അവസ്ഥയാണ്. സാധാരണയായി കാലുകളിൽ കാണപ്പെടുന്നു. ശിരകളിലെ വാൽവുകൾ ദുർബലമാകുമ്പോൾ രക്തം തിരിച്ച് താഴേക്ക് കെട്ടിക്കിടക്കുന്നു. ഇതാണ് വെയിൻ വീർപ്പിനും വളച്ചൊടിച്ച രൂപത്തിനും കാരണമാകുന്നത്. കാരണങ്ങൾ: വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്ന പ്രധാന കാരണങ്ങൾ ഏറെ നേരം നിൽക്കുന്ന ജോലി ചെയ്യുന്നവർക്കാണ്. ടീച്ചേഴ്സ്, നഴ്സ്, പോലീസ്, അതുപോലെ സെയിൽസ്മാൻസ് എന്നിവർക്കൊക്കെയാണ് ഇത് കൂടുതലും കണ്ടുവരാറ്. പിന്നെ അമിതവണ്ണം, ഗർഭധാരണം, പ്രായാധിക്യം മൂലം, കുടുംബപരമായ പ്രവണത, ചിലർക്ക് പാരമ്പര്യമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, വ്യായാമക്കുറവ്, കഠിനമായ മലബന്ധം, ഹോർമോൺ മാറ്റങ്ങൾ എന്നിവയെല്ലാം വെരിക്കോസ് വെയിനിന് കാരണമാകാം. ലക്ഷണങ്ങൾ: പ്രാരംഭ ലക്ഷണങ്ങൾ കാലിൽ ഭാരമുള്ള തോന്നൽ, വൈകുന്നേരങ്ങളിൽ കാല് കടച്ചിലും വേദനയും, കാലിൽ കത്തുന്ന പോലുള്ളൊരു തോന്നൽ, കാൽപാദങ്ങളിൽ വീക്കം, രാത്രികൾ കാൽമുട്ടിൽ ക്രാംസ് അനുഭവപ്പെടാറുണ്ട്. കുറച്ചുകൂടെ കഠിനമായി കഴിഞ്ഞാൽ പാമ്പ് പോലെ വളഞ്ഞ വെയിൻസ് കാലുകളിൽ കാണപ്പെടാം. ചർമ്മത്തിൻ്റെ നിറം കറുത്തു പോകാൻ സാധ്യതയുണ്ട്. ചൊറിച്ചിൽ, കാലിൻ്റെ അടിഭാഗങ്ങളിലെല്ലാമായിട്ട് സ്കിന്ന് ഭയങ്കര ഹാർഡായിട്ട് വരുന്നത് കാണാം. അതുപോലെ തന്നെ ഈ വെരിക്കോസ് വെയിൻ പൊട്ടി അവിടെ മുറിവുണ്ടാവാനുള്ള സാധ്യതകളും, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ കാരണം തന്നെ കാലിൻ്റെ സൈഡിലായിട്ട് അൾസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വെരിക്കോസ് അൾസർ അഥവാ വെരിക്കോസ് അൾസർ എന്നത് വെരിക്കോസ് വെയിൻ ദീർഘകാലം ചികിത്സിക്കാതെ തുടരുമ്പോൾ കാലിലുണ്ടാകുന്ന മുറിവാണ്. സാധാരണയായി കണങ്കാലിൻ്റെ അകത്തെ ഭാഗത്ത് നീണ്ടു നിൽക്കുന്ന മുറിവായി മാറാറുണ്ട്. വെള്ളം, പസ് ഇതിൽ നിന്നും വരാറുണ്ട്. കടുത്ത വേദന അല്ലെങ്കിൽ ബേണിംഗ് എന്നിവ കാണാം. വെരിക്കോസ് അൾസർ ഉണ്ടാകുന്നത് ശരിയായി മുകളിലോട്ട് രക്തം പോകാത്തതിനാലാണ്. വെയിനിൽ പ്രഷർ കൂടുന്നു, കാലിലെ ടിഷ്യൂകൾക്ക് ഓക്സിജൻ കുറയുന്നു, സ്കിൻ ഡാമേജ് സംഭവിക്കുന്നു. ചെറിയ മുറിവ് പോലും ഭേദമാകാതെ ഇത് അൾസറായി മാറാറുണ്ട് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക്. അപകട സാധ്യതകൾ: ചികിത്സിക്കാതെ വിട്ടാൽ ക്രോണിക് അൾസർ, അതായത് ദീർഘകാലം നിലനിൽക്കുന്ന അൾസറായിട്ട് മാറാം. ഇൻഫെക്ഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ വെയിൻസിൽ നിന്നും ധാരാളം രക്തം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നൊരവസ്ഥയിലോട്ടും നീണ്ടുപോകാം. രോഗനിർണയം: സാധാരണയായിട്ട് രോഗിയെ കാണുമ്പോൾ തന്നെ നമുക്ക് കാല് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വെരിക്കോസ് അൾസർ ആണ് എന്നുള്ളത്. പിന്നെ ഡോപ്ലർ സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനിങ് മെത്തേഡും ഉണ്ട് രോഗം നിർണ്ണയിക്കാനായിട്ട്. വെരിക്കോസ് അൾസർ പ്രധാനമായിട്ടും വെരിക്കോസ് അൾസർ ഉള്ളവരോട് നമ്മൾ പറയാറ് കാല് തൂക്കിയിടാതെ മാക്സിമം കയറ്റി വയ്ക്കാനാണ്. അതുപോലെ തന്നെ അൾസർ ഉള്ളവരിപ്പം നിങ്ങൾക്ക് ഒന്ന് വൂണ്ട് ഉണങ്ങി വരുന്ന സമയത്ത് ഒരുപാട് നേരം നിൽക്കുകയോ കാലിലോട്ട് ഭാരം കൊടുക്കുകയോ ചെയ്യാതിരിക്കുക. കാലിൻ്റെ പുറം ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണങ്ങിയതായിട്ട് തോന്നിയാൽ പോലും ആ മുറിവ് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. ഉള്ളിലെ മുറിവ് പൂർണ്ണമായി ഉണങ്ങി വന്നാൽ മാത്രമേ വീണ്ടും ആ അൾസർ ഉണ്ടാകാതെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് പുറംഭാഗം ഉണങ്ങി വരുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം നിൽക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുകച്ചിലും കടച്ചിലും എല്ലാം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്ത് ഹീലാവുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് അൾസർ. അതുപോലെ തന്നെ നല്ല റെസ്റ്റ് ആവശ്യമുള്ളൊരു അസുഖം കൂടിയാണ്. ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ വെരിക്കോസ് അൾസറിനും വെരിക്കോസ് വെയിനിനും ഉണ്ട്. വെരിക്കോസ് വെയിൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചികിത്സിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു അൾസറിലോട്ട് രൂപാന്തരപ്പെടാതെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ്. വെരിക്കോസ് വെയിനാണെങ്കിലും വെരിക്കോസ് അൾസറിനാണെങ്കിലും ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ്. അതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടറെ സമീപിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ ഓൺലൈനായിട്ട് ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയെ സമീപിക്കുകയോ ചെയ്യാം. നിങ്ങളുടെ മരുന്നുകൾ ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിച്ച് നൽകുന്നതായിരിക്കും.